ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിപാടിയാണ് പിടിക്കാൻ പോകുന്നത്. എല്ലാവരും അവരവരുടെ മുന്നിലിരിക്കുന്ന പേപ്പറും പേനയും എടുത്ത് തുറന്നു വെക്കുക, റെഡിയാക്കി വെക്കുക. നമ്മളിപ്പോ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ചിലപ്പോൾ PCA ക്ലാസ്സിൽ ഇരിക്കുന്നവർ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് അവർ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന ഭാവത്തിലൂടെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വേഗത്തിന്റെ ഭയങ്കരമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 10 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ എഴുതുക. 1 മിനിറ്റ് സമയം തരും. 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ സ്ലൈഡ് മാറ്റും. വായിച്ചു നോക്കി ആൻസർ എഴുതുക. ക്വിക്കായിട്ട് ഓൺലൈൻ okay, first question. Okay, second question. ഇത് ചെയ്യണ്ടല്ലോ അല്ലേ, സൂം ചെയ്യണ്ടല്ലോ. Okay, second question. Okay, second question. ഇത് ചെയ്യണ്ടല്ലോ അല്ലേ, സൂം ചെയ്യണ്ടല്ലോ. Okay, second question. വളരെ ക്വിക്കായിട്ട് എഴുതണേ, വളരെ ക്വിക്കായിട്ട് പോണേ. ഓക്കെ ആണോ? തേർഡ് ക്വസ്റ്റ്യൻ. Next question. Okay, next question. Next question. ഇത് 6th question അല്ലേ? ഒരു മിനിറ്റ് വേണ്ട.
അല്ലെ? ആൻസർ കണ്ടിട്ടേ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? നെക്സ്റ്റ് പോട്ടെ അല്ലേ? പോട്ടെ, തളർന്നു വീഴരുത്, സമാധാനത്തെ വായിച്ച് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ആൻസേഴ്സ് വായിക്കാം. ഓക്കെ, ഏതാണ് കറക്റ്റ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് തുടങ്ങാം. 1A, 2D, 3C, 3C, 3C. ഓക്കെ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? 1A, 2D, 3C, 4B, 5A, 6D, D, 7C, 8B, 9B, 10B. എനിക്ക് ക്ലാസ്സിന്റെ ഒന്നും ആവശ്യം പോലും ഇല്ല, ഞാൻ 10ൽ 10 മേടിച്ചിട്ടുണ്ട് എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ആരൊരാൾ? ആരുമില്ലടാ. നശിച്ച് 9 out of 10, 8 out of 10. ആ കൊള്ളാം. ഓ ചേച്ചി 7, 6, 5. ഓക്കെ ശരി, ബാക്കി ഞാൻ ചോദിക്കുന്നില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ എത്ര പേരുണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയവര് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് റിവിഷൻ പ്രോപ്പർ അല്ല എന്നുള്ളതാണ്. ഓക്കെ, ദ ആൻസർ ഈസ് 1 only. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും എങ്ങനെയാ തെറ്റിയ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും എങ്ങനെയാ തെറ്റിയത്? ക്വസ്റ്റ്യൻ ഇട്ടത് ഞാനാണെന്നെങ്കിലും നിങ്ങൾ ആലോചിക്കണമേ. ഓക്കെ, അങ്ങോട്ടും കൂടി തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്, അതാണ് ഇതിലെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കാണാം ഈ സ്റ്റേറ്റ്മെന്റ്. Ensuring price stability through inflation targeting is a legal responsibility of RBI since 2016. Through what? Through Monetary Policy Committee. RBI Act of 1934 അമെന്റ് ചെയ്തത് വഴിയാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത്. RBI ആക്ടിന്റെ അമെന്റ്മെന്റിലൂടെയാണ് ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നത്. RBI ആക്ട് അത്തരത്തിൽ അമെന്റ് ചെയ്തത് വഴിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി വരുന്നത്, അല്ലെ? സോ ആ ഒരു പാർട്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണം.
എന്താണ് മോണിറ്ററി പോളിസി, എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി, എന്താണ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ്. വീണ്ടും ഞാൻ പറയാണ്, ഇൻ ഇന്ത്യ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ central government, not RBI. Central government in consultation with RBI. Okay. So first statement നമുക്കറിയാം. Second statement once in every 5 years, not 4 years. Once in every 5 years. Okay. And ഇവിടെ 5 years അല്ല 4 years. ഈ ഒരു പാർട്ടിൽ നിന്നും ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട് ഇത്തവണ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോമ്പോസിഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നിന്നും നല്ല രീതിയിൽ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ക്ലാരിറ്റി വേണം കുറച്ചുകൂടി. സ്റ്റേറ്റ്മെന്റുകൾ കുറച്ചുകൂടി എളുപ്പമാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ റാൻഡം സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ചാൻസസ് ഉണ്ട് അതിനു വേണ്ടി. ഈസി ആയിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം അറിയില്ലെങ്കിൽ തന്നെ only 1 only 2 ടൈം ചോദിക്കുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടിലൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യണം. സോ ഇവിടെ ആൻസർ A 1 only ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയ എത്ര പേരുണ്ട്? സെക്കൻഡ് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയ ഒരുപാട് പേരുണ്ട്. സി വെരി ക്ലിയർ. ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് ന്യൂസിലുള്ളൊരു ബോഡിയാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളോട്, അറിയാലോ. സോ ED ഏത് മിനിസ്ട്രിയുടെ കീഴിലാ? ഫിനാൻസ്. സ്വാഭാവികമായിട്ടും അവർ തെറ്റിച്ച് തരാനാണെങ്കിൽ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണെന്നായിരിക്കും അവർ ചോദിക്കുക. MHA ആണെന്നായിരിക്കും അവർ ചോദിക്കുക. വെരി ക്ലിയർ, ഫിനാൻസ് ആണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂന്റെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻഫോഴ്സ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ആക്ടുകൾ, പണ്ട് പുരാതന കാലം മുതലേ അവർ എൻഫോഴ്സ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ആക്ടുകൾ, ഒന്ന് ഫെമയും ഒന്ന് PMLA ആണ്. അറിയാലോ, ഫെമയും PMLA ആണ്. അത് ചെങ്കിലെ മൈൽക്കുട്ടികൾക്ക് വരെ അറിയാവുന്ന സാധനമാണ്. ഫെമയും PMLA ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലത്തൊട്ട് ഞാൻ പറയുന്ന സാധനമാണ്. ഓക്കെ. ആൻഡ് ഓൾസോ UPSCയുടെ CDSന്റെ എക്സാമിനാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം 23-ല് 23-ലോ 22-ലോ നടന്ന CDS എക്സാമിന് ഇതേ പാറ്റേൺ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. UPSC എക്സാം ആണെന്ന് ഓർത്തോണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേ പാറ്റേണിൽ കുറച്ചും കൂടെ ട്രിക്കി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഫ്രെയിം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് വന്നതിന് ശേഷം അതിന്റെ എൻഫോഴ്സ്മെന്റും EDയുടെ ഒരുപാട് വേറെ എൻഫോഴ്സ്മെന്റ് ബോഡീസ് ഉണ്ട്. അത് എൻഫോഴ്സ് ചെയ്യുന്ന വേറെ ഒത്തിരി ബോഡീസ് ഉണ്ട്. പക്ഷെ EDക്കും അതിനകത്തൊരു റോൾ ഉണ്ട്. ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018 നിലവിൽ വന്നതിന് ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ബോഡീസിൽ ഒരു ബോഡി ED ആണ്. ഓക്കെ ആണല്ലോ. സോ 3 ആക്ട്സ് ആണ് EDയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. 1 ഫെമ, 2 PMLA, 3 ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. ഓക്കെ. ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ് ചെയ്യുന്ന ആരാണ്? ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് ഇസ് മാനേജ്ഡ് ബൈ RBI. നമ്മൾ RBIയുടെ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ അതിൽ 1 വേർഡ് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് അല്ലെ. ഇന്ത്യ ഡെറ്റ് മാനേജ് ചെയ്യുന്നത് ആരാണ്? പബ്ലിക് ഡെറ്റ് മാനേജ് ചെയ്യുന്ന ആരാണ്? ചോദിച്ചൂടെ? പബ്ലിക് ഡെറ്റ് മാനേജ് ചെയ്യുന്ന ആരാണ്? RBI. ഡെറ്റ് മാനേജർ, പബ്ലിക് ഡെറ്റ് മാനേജർ ടു ദ ഗവൺമെന്റ് അല്ലെ. അതുകൊണ്ടല്ലേ ബിൽസ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. ഓക്കെ. ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ് ചെയ്യുന്ന ആരാണ്? RBI. സോ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരിക്കും. എല്ലാവരും ആൻസർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ഈ ഏരിയയിൽ നിന്നും ചാൻസ് ഉണ്ട്. ഇനി ഇവിടുത്തെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എൻഫോഴ്സസ് ദ പ്രൊവിഷൻ ഓഫ് ബിനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ആക്ട് ഓഫ് 1988. ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫ്രെയിംവർക്ക് റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഇസ് റിലേറ്റഡ്. കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫ്രെയിംവർക്ക് റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഇസ് റിലേറ്റഡ് ടു ആരാണ്? OECD. IMF എന്ന് എഴുതി എത്ര പേരുണ്ട്? ആരും എഴുതിയില്ലേ? ആരും എഴുതി? 3 പേര് IMF പറഞ്ഞാൽ. സാധാരണ ഇങ്ങനെ വരുമ്പോ അല്ലെ നമ്മുടെ ജെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് പോലെ നമ്മളെ സഹായിക്കാനുള്ള IMF മാത്രമാണല്ലോ. അങ്ങനെ കുറെ പേര് എഴുതുന്നുള്ളത് എനിക്ക് അറിയാവുന്നത് തന്നെയാണ് ഞാൻ ഇതിവിടെ കൊണ്ടുവന്നത്. എന്നാൽ ഈ കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ആർക്കെങ്കിലും അറിയാമോ? കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫ്രെയിംവർക്ക് അറിയില്ല. അതായത് ടാക്സ് ഇൻസ്പെക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? TIWB കേട്ടിട്ടില്ല? ടാക്സ് ഇൻസ്പെക്ടേഴ്സ് റെഫർ ചെയ്യുക. ടാക്സ് ഇൻസ്പെക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്തായിരുന്നു റെഫർ ചെയ്യുക. ടാക്സ് ഇൻസ്പെക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ബൗണ്ടറീസും ഇല്ലാതെ ഒരു ബോർഡേഴ്സും ഇല്ലാതെ ടാക്സിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഓഫീസേഴ്സ് ഒന്നിച്ചിരുന്നുകൊണ്ട് ടാക്സുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മറ്റും ചെയ്യുന്ന ഒരു പരിപാടി. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, ടാക്സ് അവിടെ വന്നു കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഓഫീസേഴ്സ് അത്തരത്തിലൊരു അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവർ കൊണ്ടുവരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എന്തിനു വേണ്ടിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്? ഉറപ്പായിട്ടും ടാക്സ് ഇവേഷൻ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ ടാക്സ് ഇവേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ OECD എത്താൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിന് നമ്മൾ
ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇസ് റിലേറ്റഡ് ടു OECD. കൂടുതലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ IMF ആൻസർ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നോർമൽ UPSC പാറ്റേൺ നമ്മൾ കണ്ടുവരുന്നത് ഒന്നും അറിയത്തില്ലെങ്കിൽ നേരെ IMF എഴുതുന്ന പരിപാടിയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് ഒരു വ്യത്യാസമാണ് ഇത്. IMF-ുമായിട്ട് ബന്ധപ്പെട്ട് IMF-ന്റെ റിപ്പോർട്ടുകൾ, IMF-ന്റെ ഇൻഡെക്സുകൾ ഇതെല്ലാം നമ്മൾ അറിയണം. IMF-ന്റെ റിപ്പോർട്ടുകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് UPSC സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഏതാ? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടാണ് IMF-ുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ റിപ്പോർട്ട് ഇൻഡെക്സുകളൊക്കെ ക്ലാരിറ്റി പ്രശ്നമുള്ളവർക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടാണ് IMF-ുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാമത്തത്. രണ്ടാമത്തതോ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അല്ലെ? ബിക്കോസ് അത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത് ഇനി ചോദിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ സർവേയിൽ ഏറ്റവും അധികം മെൻഷൻ ചെയ്യപ്പെടുന്ന ഇൻഡെക്സുകളിൽ ഒന്നാണ് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക്, ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് വേൾഡ് ബാങ്കിന്റെ. ഓക്കെ, ഇനി ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? BIS കേട്ടിട്ടുണ്ടോ? ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സിന്റെ റിപ്പോർട്ടാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റംസ് റിപ്പോർട്ട്. ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റംസ് റിപ്പോർട്ട്. ഓക്കെ, ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് IMF-ന്റെയും ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റംസ് റിപ്പോർട്ട് BIS-ന്റെയുമാണ്. ഓക്കെ ആണോ? ഇവിടെ OECD ആണ് ആൻസർ. സോ OECD എന്താണ്? OECDയുടെ റീസെന്റ് ആയിട്ട് നടന്ന ടാക്സുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കോൺഫറൻസസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എന്താണ്? അത് ഇന്ത്യക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ റോൾ എന്താണ്? ടാക്സ് ഇവേഷൻ എന്താണ്? ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും പാർട്ടാണ് നിങ്ങൾ അതിൽ നിന്ന് ഒരു റിവിഷൻ നടത്തേണ്ടത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, which of the following comes under non-conventional quantitative methods for credit control? പക്ക ഒരു പ്രീവിയസ് ഇയർ UPSC പാറ്റേണിലിട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ കാണാം. ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുള്ള ഉള്ളൂ. തെറ്റിപ്പോയ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, തെറ്റിപ്പോയ ആൾക്കാര് ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എക്കണോമിക്സിലെ ആര് സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും സഞ്ചരിച്ച വഴി നിങ്ങൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ബേസിക് നിങ്ങളുടെ റിവിഷൻ പ്രോപ്പർ അല്ല. ഓക്കെ, നിങ്ങൾ ഈ എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻസ് കിടിലോട്ട് ആൻസർ ചെയ്തിട്ട് എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തില്ലെങ്കിലും നിങ്ങൾ തോറ്റു പോകും. അങ്ങനെ ഒരു സാധനം കൂടി ഇതിനകത്തുണ്ട്, അത് മറക്കരുത്. ഓക്കെ, ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. ഓക്കെ, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്? ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ എന്നും സെലക്ടീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്നും അല്ലെ? ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ എന്നും സെലക്ടീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്നും നമുക്ക് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ജനറൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് എന്നും സെലക്ടീവ് ഓർ ക്വാളിറ്റേറ്റീവ് എന്നും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? ക്വാളിറ്റേറ്റീവിലേക്ക് ഞാൻ പോകുന്നില്ല, ക്വാണ്ടിറ്റേറ്റീവ് പാർട്ടിൽ നിന്നുമാണ്. ക്വാളിറ്റേറ്റീവ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയണം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ക്വാളിറ്റേറ്റീവില് ഇപ്പുറത്തെ സൈഡാ പറയുന്നത്, ക്വാളിറ്റേറ്റീവില് ക്രെഡിറ്റ് റേഷനിങ് പോലെയുള്ള കൺസെപ്റ്റുകൾ, അത് ബിക്കോസ് സർവേയിൽ ഫ്രീക്വന്റ്ലി മെൻഷൻ ചെയ്യപ്പെടുന്നതായതുകൊണ്ടാണ് ക്രെഡിറ്റ് റേഷനിങ് ഞാൻ എടുത്തു പറയുന്നത്. ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറഞ്ഞാൽ ഈവൻ ഇഫ് ദ ബോറോവർ ഈസ് വില്ലിംഗ് ടു പേ ഹയർ ഇൻട്രസ്റ്റ്, ക്രെഡിറ്റർ പൈസ കൊടുക്കുന്നില്ല, നോ പറയുന്ന അവസ്ഥ. കൂടുതൽ പലിശ ഞങ്ങൾ തരാം, ഞങ്ങൾക്ക് കടം തരൂ എന്ന് ചോദിച്ചാൽ പോലും കടം കൊടുക്കാത്ത അവസ്ഥയാണ് ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവേ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിൽ നിന്നാണ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിനെ നമുക്ക് കൺവെൻഷണൽ മെത്തഡ് എന്നും നോൺ കൺവെൻഷണൽ മെത്തഡ്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോൺ കൺവെൻഷണൽ മെത്തഡ്സിൽ നിന്നുമാണ്. കൺവെൻഷണൽ മെത്തഡ്സ് നമുക്ക് പണ്ട് മുതലേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് 1950-കളിൽ ഇന്ത്യയുടെ മണി മാർക്കറ്റ് റെഗുലേറ്റർ എന്ന നിലയിൽ ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയ കാലം തൊട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോളോ ചെയ്തു വരുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ കൺവെൻഷണൽ മെഷേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? കൺവെൻഷണൽ മെഷേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഷേഴ്സ് ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ റിസർവ് റേഷ്യോസ് വിച്ച് ഇൻക്ലൂഡ് CRR ആൻഡ് SLR. ഓക്കെ ആണല്ലോ? ഇതൊന്നും ഓരോന്നും എന്താണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല, പക്ഷെ ഓരോന്നും എന്താണെന്നുള്ളത് നിങ്ങൾ റിവൈസ് ചെയ്യണം. ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അല്ലാതുള്ളവര് നോട്ട്സ് റെഫർ ചെയ്യുക നിങ്ങളുടെ, കേട്ടോ. ഈ നോൺ കൺവെൻഷണൽ മെത്തഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലിക്വിഡിറ്റി LAF വിൻഡോയിലേക്ക് നമുക്ക് പോവാം. LAF വിൻഡോയിൽ വരുന്ന റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ദെൻ അടുത്തത് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം. ഓർമ്മയുണ്ടല്ലോ ഇതെല്ലാം? സോ ഞാൻ ഒന്നുകൂടി പറയാണ്, ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പോയി നോക്കുക. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കുക. ഇതിൽ നിന്നും ഏറ്റവും ടഫ് എന്ന് ഞാൻ പറയുന്നില്ല,
ടഫ് എന്ന് പറയാൻ മാത്രമുള്ള ഫ്രെയിമിംഗ് ഒന്നും ഇവിടുന്ന് ഉണ്ടാകത്തില്ല. ഈസി സാധനമാണ്. പക്ഷെ ഇതിൽ നിന്നും ട്രിക്കി ആയിട്ടുള്ള ഒരു ഫ്രെയിമിംഗ്, അതായത് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോളോ ചെയ്യുന്നതെങ്കിൽ താഴെ പറയുന്നവയിൽ എന്തായിരിക്കും അവർ ചെയ്യാത്തത്, അല്ലെ? ആ നോട്ട് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു 50ാമത്തെ ക്വസ്റ്റ്യന് മേലെയുള്ള ഒരു നമ്പറിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോ നമ്മുടെ ശ്രദ്ധയൊന്നും തെറ്റാൻ സാധ്യതയുണ്ട്, അല്ലെ? അവരുടെ ഓപ്ഷൻ ഫ്രെയിമിംഗ് കൂടെ കുറച്ച് ട്രിക്കി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് അറിയാവുന്ന സാധനം. അപ്പൊ ഇതിനകത്തൊരു ക്ലാരിറ്റി വേണം, ഓരോന്നും എന്താണ്. ഇതിനകത്തിപ്പോ ബാങ്ക് റേറ്റും റെപ്പോ റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ബേസിക് കാര്യങ്ങളാണ് ഇതൊക്കെ. ബാങ്ക് റേറ്റും റെപ്പോ റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, റിവേഴ്സ് റെപ്പോ റേറ്റ് ഉള്ളപ്പോൾ പിന്നെ എന്താണ് സ്റ്റാർട്ടിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി കൊണ്ടുവരുന്നത്. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്താണ്, പിന്നെ ഈ പർച്ചേസിങ്, ഈ ഒരു ചാപ്റ്ററിനെ തന്നെ നമുക്ക് ഡയറക്ട്ലി ഇൻഫ്ലേഷനുമായിട്ട് കണക്ട് ചെയ്യാം. ഇൻഫ്ലേഷനുമായിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്തുകൊണ്ട് ഇതിൽ എങ്ങനെ ചെയ്താലായിരിക്കും ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്, ഇതിൽ എങ്ങനെ ചെയ്താലായിരിക്കും ഡിസ്ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ റീസെന്റ് ആയിട്ട് നിങ്ങൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഇന്ത്യ കോവിഡ് ടൈം, പോസ്റ്റ് കോവിഡ് ടൈമിൽ ഡിസ്ഇൻഫ്ലേഷണറി ടെൻഡൻസീസ് ഒക്കെ, അല്ലെങ്കിൽ കോവിഡ് ടൈമിലൊക്കെ ഡിസ്ഇൻഫ്ലേഷണറി ടെൻഡൻസീസ് ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ഇൻഫ്ലേഷണറി ടെൻഡൻസി ഒരു ഇക്കോണമിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും അഡ്രസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് സാഹചര്യം കൊണ്ടായിരിക്കും ഈ ഡിസ്ഇൻഫ്ലേഷണറി കണ്ടീഷൻ ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തെ 23 ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ, ഒരു അസേർഷൻ റീസണിംഗ് ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ, പാൻഡമിക്കിന്റെ ടൈമിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് 1 is correct and 2 is the correct explanation, ആ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ വന്നില്ലായിരുന്നു. അത് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കഴിഞ്ഞ ഫസ്റ്റ് സെഷൻ, കോമ്പറ്റിന്റെ ഫസ്റ്റ് സെഷനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് ഇങ്ങനെയുള്ളൊരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് UPSC സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ വേണ്ടത്. ഈ ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ നമുക്ക് നോക്കി കാണാൻ പറ്റും. നമ്മുടെ മുന്നിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് എങ്ങനെയായിരിക്കും ചോദ്യം ഫ്രെയിം ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനും നമുക്കത് ഹിറ്റ് ചെയ്യാനും പറ്റണം കറക്റ്റ് ആയിട്ട്, അല്ലെ? അപ്പൊ ലൈക്ക് വൈസ് ഇതിൽ നിന്നൊക്കെ ട്രിക്കി ആയ രീതിയിലുള്ള ഫ്രെയിമിങ് നമ്മുടെ സിലബസിലെ തന്നെ മറ്റ് പാർട്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫ്രെയിമിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബേസ് ഇല്ലാത്ത ആൾക്കാർ ബേസ് കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആക്കാനായിട്ട് നോക്കുക. ഓക്കെ ആണല്ലോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റവന്യൂ എക്സ്പെൻഡിച്ചർ ഓഫ് ദ യൂണിയൻ. തെറ്റിപ്പോയവര് ഓക്കെ, 5 പേർക്ക് തെറ്റിയിട്ടുണ്ടോ? 5 കൂടുതൽ പേർക്ക് തെറ്റിയിട്ടുണ്ടോ? സോ ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ് has brought down from 15.6% of GDP in the pandemic year financial year 21 to 13.5% of GDP in financial year 22. The most possible reason for such a contraction. ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടോ? ഇത് സർവേ സ്റ്റേറ്റ്മെന്റ് ആണ്. സർവേയിൽ പറഞ്ഞിരിക്കുന്നത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണിത്. ഇത് എന്റെ കഴിഞ്ഞ സർവേ ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാർക്ക് സർവേ സ്റ്റേറ്റ്മെന്റ് ഫെമിലിയർ ആയിരിക്കാം, കാരണം നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊക്കെ പുറമെ ഒരു കാര്യം കൂടെ ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയാം, ഒരു ലെങ്തി സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ പാനിക് ആവരുത്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ ക്ലാസ്സിലുണ്ടെന്ന് എനിക്ക് അറിയാം. വലിയ സെനൻസ് കാണുമ്പോൾ വായിച്ചു തീർക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് അത് തെറ്റിപ്പോകുന്ന ഒരാൾക്കാരെ എനിക്ക് വ്യക്തിപരമായി പരിചയം. ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ലിറ്ററലി ഇതിനകത്ത് ഇത്ര പറയുന്നുള്ളൂ, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് കുറഞ്ഞു. 15.6 ആയിരുന്ന എന്തോ ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ, അത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴേക്കും 13.5% ആയിട്ട് കുറഞ്ഞു. എന്തായിരിക്കാം എന്റെ റീസൺ എന്നാണ് ചോദിച്ചത്. റിഡക്ഷൻ ഇൻ റവന്യൂ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു. ഇപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഏതോ ഒരു കമ്പോണന്റ് കുറച്ചു എന്നുള്ളതായിരിക്കും ഒബ്വിയസ്ലി അതിന്റെ ആൻസർ. ആ ലോജിക്ക് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഫിസിക്കൽ സ്റ്റിമുലസ് പാക്കേജസ് ആൻസർ വരൂ? ഇല്ല. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഫിസിക്കൽ സ്റ്റിമുലസ് പാക്കേജസ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടാനേ കാരണമാവുള്ളൂ, കുറയാൻ കാരണമാവില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് അത് എലിമിനേറ്റ് ചെയ്യാം. എ ഡ്രാസ്റ്റിക് ഡിക്ലൈൻ ഇൻ ഇന്ത്യസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഒരിക്കലും അത് സംഭവിക്കാത്ത ഒരു കാര്യമാണ്. സംഭവിക്കുമോ അത്? ഇല്ല. അപ്പൊ ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതുമായിട്ട് ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമില്ലെങ്കിലും ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യം പറയാം. എന്താ? ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്താണ്? പ്രൈമറി ഡെഫിസിറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഈസ് ഈക്വൽ ടു പ്രൈമറി ഡെഫിസിറ്റ്. ഈ പ്രൈമറി ഡെഫിസിറ്റിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത് കൂടി നോക്കണം.
ഞാൻ പറയുന്നത് അത് UPSC ചോദിക്കുമെന്നല്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. നിങ്ങളുടെ റിവിഷൻ കുറച്ചും കൂടെ പ്രോപ്പർ ആയിരിക്കും. എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ്, എന്താണ് പ്രൈമറി ഡെഫിസിറ്റ്. ഇപ്പം ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റിൽ ഒരു ഡ്രാസ്റ്റിക് ഡിക്ലൈൻ ഉണ്ടായി. താഴെ പറയുന്നവയിൽ എന്തായിരിക്കാം അതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് ചോദിച്ചിട്ട് അതിനകത്തൊരു ഓപ്ഷൻ വരുന്ന രീതിയിൽ, പ്രൈമറി ഡെഫിസിറ്റ് ആൻസർ വരുന്ന രീതിയിൽ ഒരെണ്ണം ഫ്രെയിം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മേ ബി ഒരു ചാൻസ് ഉണ്ട്. സൂപ്പറായിട്ട് നിങ്ങൾ തെറ്റിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം, ഇനിയും ക്ലാസ്സുകളുണ്ടല്ലോ, കാണിച്ചു തരാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു പാർട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? ടെക്നിക്കൽ ഡെഫിനിഷൻ അറിയാത്ത ആൾക്കാർ വല്ലതും ഉണ്ടോ ക്ലാസ്സിൽ? റവന്യൂ എക്സ്പെൻഡിച്ചർ അതായത് ഗവൺമെന്റിന് ഒരു അസറ്റും ജനറേറ്റ് ചെയ്യുന്നില്ല, ഒരു അസറ്റ് ക്രിയേഷനും സംഭവിക്കുന്നില്ല, ഒരു ലയബിലിറ്റി റിഡക്ഷനും സംഭവിക്കുന്നില്ല. ഓക്കെ, ഗവൺമെന്റിന് ഒരു അസറ്റ് ക്രിയേഷനും സംഭവിക്കുന്നില്ല, ഒരു ലയബിലിറ്റിയും റെഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, ഒരു പുതിയ അസറ്റും ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഒരു ലയബിലിറ്റിയും റെഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ഗവൺമെന്റ് കയ്യിൽ നിന്ന് പൈസ ചെലവാകുന്നുണ്ട്. അത്തരം എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ പഠിപ്പിച്ചത്? ബേസിക് ക്ലാസ്സിലൊക്കെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഏറ്റവും മോശം കൈൻഡ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ പറയുന്നത്, അതായത് ഏറ്റവും മോശം കൈൻഡ് ഓഫ് ഡെഫിസിറ്റ് എന്ന് നമ്മൾ പറയുന്നത് റവന്യൂ ഡെഫിസിറ്റിനെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ പോലും നമ്മൾ ബോറോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അത്തരം ഡെഫിസിറ്റ് ആണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇക്കോണമിയുടെ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ, റവന്യൂ റെസിപ്റ്റ് കുറവും റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടുതലുമായി നിൽക്കുന്ന അവസ്ഥയാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അറിയാമല്ലോ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടുന്ന എന്തും, റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന് കാരണമാവുന്ന എന്തും റവന്യൂ ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്യത്തേ ഉള്ളൂ, അല്ലെ? ഗവൺമെന്റ് ഫെർട്ടിലൈസർ സബ്സിഡി കൂട്ടുന്നു, ഇംപ്ലിക്കേഷൻ എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടുകയാണ്, അല്ലെ? അതായത് റവന്യൂ ഡെഫിസിറ്റ് കൂടുന്നു, അതായത് FRBM ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ നിന്നൊക്കെ ചോദ്യം ഫ്രെയിം ചെയ്യപ്പെടാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കത്തില്ല, അനലിറ്റിക്കൽ ആണ്. കുറച്ചും കൂടെ തല തുറന്നു വെച്ച് ചിന്തിച്ചാലേ നമുക്ക് ഇതിനൊക്കെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് നിങ്ങളുടെ UPSC ചോദിക്കുകയാണ് ഇതേ ക്വസ്റ്റ്യൻ, ഇത് ഈ ക്വസ്റ്റിന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഈസിയസ്റ്റ് ഓഫ് ദ ഈസി ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത്. അത്ര ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ. ഇങ്ങനൊന്നും എനിക്ക് തോന്നുന്നില്ല UPSC ഇങ്ങനെ UPSC ചോദിച്ചാൽ ബാക്കി ക്വസ്റ്റ്യന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. വളരെ ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് വളരെ ട്രിക്കി ആക്കാനും പറ്റും. അത് മുന്നോട്ടുള്ള സെഷൻസിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആൻസർ റിഡക്ഷൻ ഓഫ് ദ സബ്സിഡി എക്സ്പെൻഡിച്ചർ. ഒരു കാര്യം ആലോചിക്കണം, റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇന്ത്യയുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഏറ്റവും വലിയ കമ്പോണന്റ് ഏതാണ്? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. അറിയാമല്ലോ, ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് ഏറ്റവും മേജർ ഷെയർ പൊസസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. പിന്നെ സബ്സിഡീസ് അറിയാലോ, സബ്സിഡീസ്, പെൻഷൻസ്, സാലറീസ് ആൻഡ് അലവൻസസ്, പിന്നെ വെൽഫെയർ സ്കീംസ്. ഇതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ ആണല്ലോ, ബേസിക് കാര്യങ്ങളാണ്. തെറ്റിപ്പോയവർ സർപ്ലസ് ലിക്വിഡിറ്റി, ഇത് തെറ്റിയോ? ഇതിന്റെ ആൻസർ ഡി ആണ്. ഇതിന്റെ ആൻസർ ഡി ആണ്. ഏതാ എഴുതിയത്? ഓക്കെ, ശരി. തെറ്റിപ്പോയവരെ ഞാൻ വീണ്ടും പറയാണ്, പോയത് റിവൈസ് ചെയ്യണം. ഇത് RBIയുടെ ഡെഫിനിഷൻ ആണ്. മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം എന്താണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനീ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ RBIയുടെ സൈറ്റിൽ പോയി, ഞാനീ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും RBI ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും RBIയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. കുറച്ചധികം ടൈം വായിക്കാൻ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇല്ലേ RBIയുടെ സൈറ്റിൽ കയറി RBIയുടെ മോണിറ്ററി പോളിസി ടൂൾസ് വായിച്ചാൽ ആ മോണിറ്ററി പോളിസി ടൂൾസിനകത്ത് ഓരോ മോണിറ്ററി പോളിസി ടൂളിന്റെയും ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ഡിസ്കഷൻ അകത്ത് നമ്മൾ ഇതും ഡിസ്കസ് ചെയ്തിരുന്നു. എന്താ നമ്മൾ പറഞ്ഞ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം എന്ന് പറഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ടറിലേക്ക് ക്യാപിറ്റൽ ഇൻഫ്ലോ വരികയാണെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യാപിറ്റൽ ഇൻഫ്ലോ കാരണം ഇക്കോണമിയിൽ ഒരു മണി സപ്ലൈ ഇൻക്രീസ് സംഭവിക്കുകയും അതിനെ തുടർന്ന് ഇൻഫ്ലേഷണറി ടെൻഡൻസീസ് ഉണ്ടാവുകയും അതിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം എന്ന് പറയുന്ന മോണിറ്ററി പോളിസി ടൂള് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കും. അല്ലെ, ഇതിലൊരു കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാർക്ക് വെപ്രാളം കൂടിയിട്ടേ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ആണെന്ന് പറഞ്ഞാൽ ചാടിക്കറി കുത്തും. കാരണം അതായിരുന്നല്ലോ ഏറ്റവും റീസെന്റ് ആയിട്ട് ന്യൂസിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ കുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അങ്ങനത്തെ ഏതെങ്കിലും ആൾക്കാർ ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു?
SDF ആൻസർ എഴുതിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതെന്താണ് അറിയാഞ്ഞതുകൊണ്ട് അത് കുഴപ്പമില്ല. അറിയാമായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കിട്ടിയാൽ. ഓക്കെ, ഇതിനകത്ത് ഓരോന്നിന്റെയും ഡെഫിനിഷൻസ് അറിയാലോ. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്താണ്? സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ കൊളാട്ടറൽ ഇല്ലാതെ അല്ലെ, റിവേഴ്സ് റെപ്പോ റേറ്റിന്റെ അതേ ആപ്ലിക്കേഷൻ തന്നെയാണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റിക്ക്. കൊളാട്ടറൽ ഇല്ലാതെയാണ് നമ്മൾ അവിടെ ബോറോവിംഗ് നടക്കുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അറിയാലോ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് securities, government securities in order to control money supply condition. Okay, then margin standing facility അറിയാലോ. റെപ്പോ, റിവേഴ്സ് റെപ്പോ, മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഒക്കെ സ്പെസിഫിക് പഠിച്ച സാധനമാണ്. പിന്നെ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം, ഇതിന്റെ ഡെഫിനിഷൻ പോയി നോക്കുക, നോട്ട്സ് റിവൈസ് ചെയ്യുക കേട്ടോ. Then ഈ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയവര് വെരി ഗുഡ്. ഇതിൽ ആൻസർ ബി എന്ന് എഴുതി എത്ര പേരുണ്ട്? അവരെ എനിക്ക് മനസ്സിലാവും, അവരെ ഞാൻ മനസ്സിലാക്കുന്നു. വെറൈറ്റിക്ക് മിസ്സല്ലേ, വെറൈറ്റിക്ക് എ എഴുതി എത്ര പേരുണ്ട്? താങ്ക് യു, താങ്ക് യു. ഇതിന് വ്യത്യാസത്തിൽ കൊടുക്കും, പേര് മാറ്റണം കേട്ടോ, പേര് മാറ്റിക്കോളൂ, വെറുതെ പിടിച്ച് ഫ്രണ്ട് എഴുതി. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇട്ടത് കേട്ടോ. ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ച സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യമാണിത്. ഓക്കെ, ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് വരുമെന്ന്, അത് നിങ്ങളെ കീഴ്പ്പെടുത്തുമെന്ന്. അതിലൂടെ ഈ ക്വസ്റ്റ്യൻ പൊട്ടി നിങ്ങൾ പണ്ടാറടങ്ങുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇതിൽ ഇവിടെ ഇട്ടത്. നമ്മുടെ സർവേ ആൻഡ് ബജറ്റ് ക്ലാസ്സസിൽ നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് ചെയ്യാം. അതിനകത്ത് എന്തായാലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ആ സമയത്ത് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. കഴിഞ്ഞ സർവേ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹാസ് സ്റ്റഡിലി ഡബിൾ ഡ്യൂറിംഗ് ദ പാസ്റ്റ് 5 years. Then ശരിയാണ്. സിൻസ് COVID-19 the share of capital expenditure in total expenditure of the union government is increasing in India. ശരിയല്ലേ, ശരിയല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നുള്ളത് നോർമൽ ലോജിക്കിൽ ഉള്ള കാര്യമാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഫ്രെയിമിംഗ് ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യയുടെ മൊത്തം എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇന്ത്യയുടെ മൊത്തം എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയുടെ മൊത്തം എക്സ്പെൻഡിച്ചറിൽ എന്തൊക്കെയുണ്ട്? റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. നിലവിൽ ഇന്ത്യയുടെ ഈ മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 19% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആലോചിച്ചോളാം കേട്ടോ. ബാക്കി റവന്യൂ എക്സ്പെൻഡിച്ചർ ആണേ കേട്ടോ, ബാക്കി റവന്യൂ എക്സ്പെൻഡിച്ചർ ആണേ. അപ്പൊ ഇത് ഇൻക്രീസ് ചെയ്യുകയാണ്. COVID-19 വന്നതിന് ശേഷം 12-13 കിടന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഞാൻ പറയുന്നത് ടു GDP അല്ല, ഞാൻ എടുത്തു പറയാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു GDP റേഷ്യോ അല്ല ഞാൻ പറയുന്നത്. ടോട്ടൽ എക്സ്പെൻഡിച്ചറിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഷെയർ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, എത്തിപ്പോയവർ ഉള്ളിറ്റുമല്ലേ? സി ബി ആണ് ആൻസർ. സി എഴുതിയോ? ഓൾ 3 എഴുതിയല്ലേ? ഓൾ 3 എഴുതി. ഈ ഓൾ 3 എഴുതിയത് ഇനി ഞാൻ ഇതിനെ പറ്റി കുറച്ചുകൂടി സംസാരിക്കാം. ഈ ഓൾ 3 എഴുതിയത് ഞാൻ ചോദിക്കാം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. റിവിഷൻ വളരെ പ്രോപ്പറായിട്ട് ചെയ്യണം. ഓക്കെ, വളരെ പ്രോപ്പറായിട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഞാൻ ഇട്ട ക്വസ്റ്റ്യൻസ് ആണ് എന്തെങ്കിലും നിങ്ങൾ ആലോചിക്കണമായിരുന്നു. ആര്യ എന്റെ അടുത്തൊന്ന് വല്ലാണ്ട് മാനസികമായിട്ട് അകന്നു പോയിട്ടുണ്ട്. ആര്യക്ക് എന്നെ ഇപ്പൊ മനസ്സിലാവാത്ത പോലെ അറിയാം. പണ്ടൊക്കെ ആര്യ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അത് ശരിയാണെങ്കിലും അത് മിസ്സിട്ട ക്വസ്റ്റ്യൻ ആണല്ലോ എന്നുള്ളത് കൊണ്ട് ആര്യ അത് തെറ്റിക്കുമായിരുന്നു. കാരണം ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഇവർ എന്തായാലും ഫ്രെയിം ചെയ്യത്തില്ല. അവർ സൈക്കോ ആണ്, അവർക്കറിയാം. പക്ഷെ ആര്യ വല്ലാണ്ട് ഞാനിവിടെ കുറച്ചുകൂടെ വരായിരുന്നപ്പോഴത്തേക്കും ആര്യ ഞാൻ മാനസികമായി ഒരുപാട് ദുഃഖം രേഖപ്പെടുത്തുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിക്കും? ഡിഫ്ലേഷൻ ആണ്. അവിടെ എന്തുവാണ് ഇട്ടിരിക്കുന്നത്? ബോഡിയോടെ എന്താ ഇട്ടിരിക്കുന്നത്? ഡിസിൻഫ്ലേഷൻ ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, റെക്കോർഡിംഗ് ഇസ് ഓൺ. സോ ഓക്കെ, ഞാൻ പറയുന്നില്ല. ഓക്കെ ഗായ്സ്, ശരി ശരി. ഓക്കെ, എന്തുവാ ഇത്? ഇൻഫ്ലേഷൻ അറിയാലോ. ഇത് ഡിസിൻഫ്ലേഷൻ, ഇത് ഡിഫ്ലേഷൻ, ഇത് റീഫ്ലേഷൻ. ഓൾറെഡി 2010 UPSC പ്രിലിംസില് ഡിഫ്ലേഷൻ ചോദിച്ചിട്ടുണ്ട്. 2010 ഡിഫ്ലേഷൻ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ പാർട്ടിൽ നിന്നും
അടുത്ത കാലത്തൊന്നും, അതായത് ഈ പാർട്ടി അടുത്ത കാലത്തൊന്നും അങ്ങനെ ഇൻഫ്ലേഷൻ ഞാൻ കൂട്ടുന്നില്ല കേട്ടോ. ഇൻഫ്ലേഷൻ എല്ലാം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതല്ലാതെയുള്ള ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളൊന്നും അധികം ഡയറക്റ്റ് ഹിറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിസിൻഫ്ലേഷനും അതുപോലെ ഡിസിൻഫ്ലേഷൻ ഇപ്പൊ ഡിസ്കഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ ഡിസിൻഫ്ലേഷൻ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യണം. ഇത് 4 റിവൈസ് ചെയ്യണം. ഡിസിൻഫ്ലേഷൻ ഒന്ന് റിവൈസ് ചെയ്യണം. അതേപോലെ റിഫ്ലേഷൻ ഒന്ന് റിവൈസ് ചെയ്യണം. എന്തൊക്കെയായിരിക്കാം റിഫ്ലേഷണറി പോളിസീസ് അല്ലെ? ഒരു പുതിയ ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജ് കൊണ്ടിരുന്നത് റിഫ്ലേഷണറി പോളിസി അല്ലേ? അല്ലെ? മണി സപ്ലൈ കൂട്ടാൻ, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പോളിസി ആണ്. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഓട്ടോമാറ്റിക്കലി 2-3 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണല്ലോ. ഞാനിപ്പോ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. എങ്കിലും higher interest rate will reduce the rate of inflation in an economy. Higher interest rate. Okay, നോക്ക്. Higher interest rate will reduce the rate of inflation in an economy. ഇതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ചില ആൾക്കാരുണ്ടല്ലോ, എല്ലാം അറിയാം, കണ്ടന്റ് അക്കൗണ്ട് സൂപ്പറാണ്, അടിപൊളിയാണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അനലൈസ് ചെയ്യാൻ പറ്റാത്ത അസുഖമുള്ള, അനലൈസ് ചെയ്ത് പാനിക്കാവുന്ന അസുഖമുള്ള ചില ആൾക്കാരുണ്ട്. നിങ്ങളിൽ തന്നെ, നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കും, നിങ്ങളുടെ ചുറ്റും നോക്കും, അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇരുന്ന് സമാധാനമായിട്ട് ഇത് വായിക്കുക. അവിടെ ഇരുന്ന് ഡീകോഡ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടില്ല, നാളെക്കേടൊന്നും വിചാരിക്കണ്ട, അവിടെ ഇരുന്ന് അങ്ങ് എഴുതിക്കോ. റെപ്പോ റേറ്റ് കൂടുന്നത് ഇൻഫ്ലേഷന്റെ റേറ്റ് കുറയ്ക്കും. റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കുറയുന്നു എന്ന് പറഞ്ഞാൽ എന്തും അതിന്റെ അർത്ഥം ഡിസ്ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു എന്നാണ് എന്റെ അർത്ഥം, അല്ലെ? ഇൻഫ്ലേഷന്റെ റേറ്റ് കുറഞ്ഞു വരുന്നതിനാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ റെപ്പോ റേറ്റ് കൂട്ടിയാൽ, ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇക്കോണമിയിൽ ഡിസ്ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ല ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, റെപ്പോ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കും? കുറയും. മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറയുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുക എന്നുള്ളതാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും, അല്ലേ? അവിടെ ആരങ്ങനെ കൈവിട്ടത്? ശശി കൈവിട്ടോ? ആവേശമായിപ്പോയി ശശി, ആവേശം സഹിക്കപ്പല്ല ശരിക്കും. ഓ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഓർത്തോണം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരാം. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്നു എന്ന് പറഞ്ഞാൽ പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റീസ് കുറയുന്നു, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ദ ഇൻഫ്ലേഷൻ ഈസ് കമ്മിങ് ഡൗൺ എന്നല്ലേ അതിന്റെ അർത്ഥം, അല്ലെ? ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ബേസ് ഇല്ലാത്തവർ ഈ ക്ലാസ്സിൽ ഉമ്മറിരിക്കുന്നത് പോലെ ഇരിക്കത്തേ ഉള്ളൂ. ഇത് ബേസ് ബിൽഡിംഗ് ക്ലാസ് അല്ല, ഇത് റിപ്പീറ്റേഴ്സ് ക്ലാസ് ആണ്. ഓൾറെഡി പഠിച്ചവർക്ക് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ, അല്ലെങ്കിൽ കാര്യമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പലരുടെയും മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തൽക്കാലം എന്റെ കൂടെ വരിക കേട്ടോ. ശരി, അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഇത് കഴിഞ്ഞ് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അടുത്ത തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ, ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ് റിസൾട്ട്സ് ഇൻ ഡിസ്ഇൻഫ്ലേഷൻ ഇൻ ആൻ ഇക്കോണമി. ഇത് രണ്ടും ഒരേ അർത്ഥം തന്നെയല്ലേ? ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അതായത് ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇക്കോണമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയല്ലേ ചെയ്യുന്നത്. ഓക്കെ, അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞാൽ ഡിസ്ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡീഫ്ലേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയല്ലോ അല്ലേ ഉള്ളത്. ഒരു കാര്യം, ഒറ്റ കാര്യം, അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന പോളിസി ഒരു കോൺട്രാക്ഷണറി പോളിസി ആണെങ്കിൽ, അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന പോളിസി ഒരു കോൺട്രാക്ഷണറി പോളിസി ആണെങ്കിൽ, അത് മോണിറ്ററി ആയാലും ഫിസ്ക്കൽ ആയാലും, മോണിറ്ററി ആയാലും ഫിസ്ക്കൽ ആയാലും, അത് ഡിഫ്ലേഷനും ഡിസ്ഇൻഫ്ലേഷനും കാരണമാകുന്നുണ്ട്. ഓക്കെ ആണോ? ഡിഫ്ലേഷന്റെയോ ഡിസ്ഇൻഫ്ലേഷന്റെയോ പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ഷണറി പോളിസി ആയിരിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിച്ചാലും അത് ശരിയാണ്. ഓക്കെ, ഇനി ഡിഫ്ലേഷനോ ഡിസ്ഇൻഫ്ലേഷനോ ഒരു ഇക്കോണമിയിൽ സംഭവിക്കുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്, ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നില്ല, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സംഭവിക്കുന്നത് ഒരു എക്സ്പാൻഷണറി പോളിസി ആയി. ഓക്കെ ആണോ? അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഓർത്തിരിക്കുക. കോൺട്രാക്ഷണറി കൈൻഡ് ഓഫ് പോളിസീസ് ആണെങ്കിൽ അത് ഡിഫ്ലേഷണറി ടെൻഡൻസിയോ ഡിസ്ഇൻഫ്ലേഷണറി ടെൻഡൻസിയോ ഇക്കോണമിയിൽ കാണിക്കും. ആൻഡ് ഒരു ഇക്കോണമി ഡിഫ്ലേഷൻ അല്ലെങ്കിൽ ഡിസ്ഇൻഫ്ലേഷൻ കണ്ടീഷൻ ആണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ എക്സ്പാൻഷണറി പോളിസീസ് അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഇതേ പാറ്റേൺ, ഇത് മറ്റേ ബാങ്ക് റേറ്റ് കൂടുമ്പോൾ മണി സപ്ലൈ കുറയും എന്നുള്ള സാധനം മനസ്സിൽ കിടക്കുമല്ലേ, അതേപോലെ ഇതുകൂടി ഒന്ന് ഒട്ടിച്ചു വെച്ചോ, എവിടെയെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ ആണല്ലോ? ഇനി വേറൊരു കാര്യം, റിഫ്ലേഷണറി പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കോണം. ഇൻട്രൊഡ്യൂസിംഗ് എ ന്യൂ ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജ്
ടാക്സ് റേറ്റ് കുറയ്ക്കുന്നത്, ഇതൊക്കെ റിഫ്ലേഷണറി പോളിസീസ് ആണ്. ഓക്കെ ആണോ? ശരി. അടുത്തത്, റാപ്പിഡ് ഫിനാൻസിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി ആർ റിലേറ്റഡ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ലെൻഡിംഗ് ബൈ വിച്ച് വൺ ഓഫ് ഫോളോയിങ്. ഇത് തെറ്റിപ്പോയ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? ആ ഒരു കീടാണു നീയാണ് അല്ലെ? ശരി ശരി. രണ്ട് കീടാണുക്കൾ. നിനക്ക് എന്താ തെറ്റിയത്? പുരാതന കാലം മുതലേ എന്റെ ക്ലാസ്സിലുള്ള കുട്ടിയാണ്. സ്റ്റേറ്റ് അക്കാഡമി മുതലേ എന്നെ പിന്തുടർന്നു വന്ന കുട്ടിയാണ്. എനിക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാകുന്നില്ല. തിരു നിനക്ക് ശരിയാതിരിക്കും അറിയാടാ. പാവടോ പേടിച്ചു. അവിടെ ഒന്ന് ആക്ഷേപിക്കാൻ നടക്കരുത് കേട്ടോ. റിവിഷൻ പ്രോപ്പർ ഉണ്ട്. ആൻസർ IMF ആണ്. ഏതാ എഴുതിയത്? ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. വരുന്നില്ല. ഞാൻ തിലകനെ പോലെ ഇരിക്കുക അതിന്റെ എക്സാമിന്റെ പുറത്ത്. എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ആ ഒരു കീടാണു നീയാണ്, അവൾ കീടാണുമല്ല. പല മാതിരി പതിർക്കെ മാതിരി. ഓക്കെ. IMF. നീ ആ ആൻസർ എഴുതിയ കൊള്ളാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഒരു സന്തോഷം അല്ലെ? കമ്പനിക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന് ചെയ്താണോ? തോറ്റു പോകത്തേ ഉള്ളു കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ തേഞ്ഞു. നോക്കിയേ, 22 ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരി, ഇമാതിരി സാധനങ്ങൾ വരുമ്പോ IMF ആൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എക്സെപ്ഷൻസ് നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? എക്സെപ്ഷൻസ് ഉണ്ട്. ഇനി IMF-ഉമായിട്ട് ബന്ധപ്പെട്ട, ഓൾറെഡി IMF-ന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. IMF-ഉം വേൾഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവരുടെ ഒരു സ്ട്രക്ചറിങ് ഉണ്ടല്ലോ. അതായത് വേൾഡ് ബാങ്ക്, IMF, ഇതിന്റെ താഴെയുള്ള കുറച്ച് ബോഡീസ്, അത് ജസ്റ്റ് കയറിയിട്ട് അവരുടെ സൈറ്റിൽ കയറിയിട്ട് ഒന്ന് വായിച്ചു നോക്കാം. അതായത് നമ്മുടെ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിലൂടെ ഒരു ഹിസ്റ്ററി, എനിക്കൊരു വരുന്നുണ്ട് കേട്ടോ എനിക്കത്. അപ്പൊ അതൊന്ന് വായിച്ചേരെ. അറിയാലോ, 1944 രണ്ടും വരുന്നത്. IMF IBRD വരുന്നത് ബ്രിട്ടൻ വുഡ് വിൻസ് ആണ്. അപ്പോ ഇവർ രണ്ടുപേരുടെയും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ IMF ശ്രീലങ്കയ്ക്ക് കൊടുത്തത് എന്തുവാ? എക്സ്റ്റെൻഡഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി അല്ലെ? എക്സ്റ്റെൻഡഡ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്, എക്സ്റ്റെൻഡഡ് ഫെസിലിറ്റി ശ്രീലങ്കയ്ക്ക് കൊടുത്തത്. അപ്പം റീസെന്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള IMF ഇഷ്യൂ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കൂടി ഒന്ന് നോക്കിയേക്കാം. പിന്നെ ADB-യുടെതും ഏഷ്യൻ ഡെവലപ്മെന്റ് ഔട്ട്ലുക്കോ അല്ലെ? ADB-യുടെ ഒന്നും കേട്ടിട്ടില്ലേ? ഞാൻ തന്നെ കേട്ടോ ഭേദം. ADB-യും റിപ്പോർട്ട്സ് ഇറക്കുന്നുണ്ട്. ADB-യുടെ റിപ്പോർട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. UNEP-യുടെ ഇൻക്ലൂസീവ് വെൽത്ത് റിപ്പോർട്ട് കേട്ടിട്ടില്ലേ? വെൽത്ത് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, പക്ഷെ അല്ല, അത് UNEP ആണ്, ഇൻക്ലൂസീവ് വെൽത്ത് റിപ്പോർട്ടൊക്കെ. പിന്നെ നമ്മുടെ വേൾഡ് ബാങ്കിന് അറിയാലോ, കൊച്ചിനെ ഇപ്പൊ തുണി എഴുതുന്ന പോലെയാണ് സ്വപ്നക്കുള്ളിൽ റിപ്പോർട്ട്. അത് വേൾഡ് ഇക്കണോമിക് ഫോറമാണ്. വേൾഡ് ബാങ്ക് വേൾഡ് ഇക്കണോമിക് ഫോറോട് നോക്കുമ്പോൾ വേൾഡ് ഇക്കണോമിക് ഫോറത്തിനാണ് റിപ്പോർട്ട് കൂടുതൽ. മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ തമ്മിൽ. ഓക്കെ. അപ്പൊ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടുകൾ എന്താ? നമ്മൾ 10 റിപ്പോർട്ട് ഉണ്ട്. പെട്ടെന്ന് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് പഴയതുപോലെ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി താഴെ പറയുന്നവയിൽ ആരാണ് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് പുറത്തിറക്കുന്നതെന്ന് ചോദിക്കില്ല. അതിന്റെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളതെന്ന് വായിച്ചു വെക്കണം. ഏറ്റവും റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ LPI-യിൽ ഇന്ത്യയുടെ റാങ്ക് എന്താണെന്ന് നോക്കണം. ഇന്ത്യക്കകത്ത് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിലീസ് ആവുന്നുണ്ടോ എങ്കിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണോ? ശരി. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ പാറ്റേൺ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പാറ്റേൺ കണ്ടിട്ടില്ലാത്തവര് മനസ്സിലാക്കുക, നാശത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാശത്തിലേക്ക് പറഞ്ഞാൽ നിങ്ങൾ നശിച്ച് പണ്ടാറടങ്ങി റെക്കോർഡിംഗ് ഒക്കെ അങ്ങനെ നിൽക്കുകയാണല്ലോ നിങ്ങൾ. അങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ളത് വ്യക്തമായി കേൾക്കാൻ എനിക്ക് പറയാനുള്ളത്, അതായത് നമ്മള് ഈ only 1 only 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലേ കഴിഞ്ഞ 2023. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ മരിച്ചോണ്ടിരുന്ന ഏതാണ് ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ രാഗില്ലേ. പക്ഷെ ശരിക്കും നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെ കുറ്റമാണ്. അത് വാഴച്ചു പറഞ്ഞുതരാം. അപ്പൊ 2021-ലെ 22-ലെ ഒക്കെ CSAT-ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ പ്രതിഭാസം അവിടെ കാണാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നു. പിന്നെ ചില വളരെ ബുദ്ധിയുള്ള ആൾക്കാർ ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിരുന്നത് എന്നെ ശപിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇവിടെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ എന്നെ ശപിച്ചിട്ടുണ്ട് പല ആൾക്കാരും. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ക്വസ്റ്റ്യൻ ഉള്ളൂ, പക്ഷെ ഇത് നാണമല്ല മാനമല്ല അങ്ങനെ ചോദിച്ചില്ല. പക്ഷെ അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ 23-ലെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2023-ലെ CSAT-ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക.
സിസാറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു പലതരത്തിലുള്ള പാറ്റേണിൽ ഒരു പാറ്റേൺ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, കണ്ടിട്ടില്ലാത്തവർ കണ്ടോളും. ആദ്യമേ കാണുന്നവരാണോ? ഞാനാണ് പരിചയപ്പെടുത്തുന്നില്ല അല്ലെ. അപ്പൊ അതിൽ വീണ്ടും നാശത്തിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ തോറ്റ് തുല്യം പാടി പോകും കേട്ടോ. ഓക്കെ, ഞാനൊക്കെ പറയല്ലടാ. സുഹൈലിനെ വെച്ചാലേ സുഹൈലിനെ ഇങ്ങനെ കേൾക്കണോടാ. സുഹൈലിനെ കേൾക്കാതെ പറ്റില്ല. ഈ സ്റ്റാറ്റിക് എല്ലാം മൊത്തം തെറ്റിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ താഴോട്ട് വന്നിട്ട് ഞാൻ കാണാം കേട്ടോ. അവനെ ഡിസ്റ്റർബ് ചെയ്യരുത്. അവൻ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ നോക്കാണ് തോന്നിയിട്ടു. തെറ്റിയതിന്റെ വിഷമാണെങ്കിൽ നീ അതിന്റെ മുകളിലേക്ക് നോക്ക്. എല്ലാവരും തെറ്റിയിട്ടുണ്ട്. വിഷമം എല്ലാവരും. അവൻ തോറ്റു നിൽക്കണം. അവന്റെ സ്റ്റാറ്റിക് എല്ലാം തെറ്റാ. അവന്റെ മണിമാർക്കെ തെറ്റാണ്. ഞാൻ താഴെ വന്നിട്ട് മീറ്റ് ചെയ്യാൻ പറഞ്ഞ ക്ലാസ് ഒക്കെ നല്ല കാര്യം ഉണ്ടായിരുന്നോ? ബോഡി പറഞ്ഞാൽ പോകില്ലായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, എടാ ഒന്നാമത്തെ കാര്യം, അതായത് കഴിഞ്ഞ വർഷം മുഖം മത്സരിക്കാൻ നോക്കൂ. കഴിഞ്ഞ വർഷം ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ അസേർഷൻ റീസണിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലേ, പാൻഡമിക് ടൈമിലെ പോളിസി ഫ്രെയിമിംഗ് എങ്ങനെയാണ് എന്നുള്ളത്. ആ ക്വസ്റ്റ്യൻ അവർ എടുത്തിരിക്കുന്നത് RBIയുടെ ബുള്ളറ്റിൽ നിന്നുമാണ്. RBI ബുള്ളറ്റിൻ. RBI ബുള്ളറ്റിൻ നിങ്ങൾ കാണാൻ ഒരു സാധ്യതയും ഇല്ല. കാരണം നിങ്ങൾ പത്രം പോലും വായിക്കാറില്ല. അപ്പൊ പിന്നെ നിങ്ങൾ RBIയുടെ സൈഡിൽ പോയി ആ ബുള്ളറ്റിൻ എടുത്ത് വെച്ച് വായിക്കത്തില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ RBI ബുള്ളറ്റിൻ എന്ന് പറയുന്നത് ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. ഓരോ കാര്യത്തെ പറ്റിയിട്ട് എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിവരമുള്ള ആൾക്കാർ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നും ചീന്തിയെടുത്തൊരു ഏടാണിത്. ഓക്കെ, മനസ്സിലായല്ലോ. അല്ലാതെ ഞാൻ സൈക്കോ ആണെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് മെനക്കെട്ടിരുന്ന് ഇത്ര വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഫ്രെയിം ചെയ്യാൻ മാത്രം സൈക്കോയല്ല. എനിക്ക് എത്ര കഷ്ടപ്പെടാൻ പറ്റില്ല. അതാണ് രണ്ടാമത് പറഞ്ഞാണ് സത്യം. പക്ഷെ ആദ്യം പറഞ്ഞത് ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്തു. അത്ര സൈക്കോ അല്ലടാ ഞാൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. Amid pandemic uncertainties, the outbreak of Russia-Ukraine conflict further pushed up global commodity prices and aggravated supply disruptions, leading to sharp increase in input cost pressure. ഇത് എന്റെ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ ഒരു 40ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, 30ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പോലും ഇല്ല. അറിയാം, പേടിച്ചിട്ട് ഓടിക്കളയും. നിങ്ങൾ എങ്ങോട്ടെങ്കിലും കണ്ടം വഴി ഓടി രക്ഷപ്പെട്ട് കളയും. അതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ അറ്റൻഡ് ചെയ്യത്തില്ല ഈ ക്വസ്റ്റ്യൻ. പക്ഷെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇസ് ദ റിസൾട്ട് ഇൻഡിക്കേറ്റീവ് ഓഫ് ഇൻഫ്ലേഷണറി ടെൻഡൻസീസ്. ഈ പറയുന്നത് ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാക്കുമോ? ക്വസ്റ്റ്യൻ കണ്ടില്ലായിരുന്നല്ലേ? ക്വസ്റ്റ്യൻ കാണാതെ ആൻസർ കഴിയും. അപ്പൊ എന്തൊക്കെ ചെയ്തത്? അത്ര ബുദ്ധിമുട്ടാ മാച്ചി. അതല്ല ബിഹേവ് യുക്തി ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഏതോ ഒരു പർട്ടിക്കുലർ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കുന്നു. ഞാൻ രാഹുൽജി ഫാനാണ്. റെക്കോർഡിംഗ് തന്നെ ആരുടെ വഴിയിട്ട് പോയി. ശരി ഗൈസ്, സോ ഹിയർ വി ഗോ. അൾട്ടിമേറ്റ്ലി നമുക്കറിയേണ്ടത് ഇതിനകത്ത് പറയുന്നത് എന്താണ് ഇൻഫ്ലേഷണറി ടെൻഡൻസീസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം തന്നെ പറഞ്ഞു നോക്കുന്നുണ്ട്, ഇൻക്രീസ് ഇൻ ഇൻപുട്ട് കോസ്റ്റ് പ്രഷർ എന്ന് പറയുന്നുണ്ട്. ഇൻപുട്ട് കോസ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇൻപുട്ട് കോസ്റ്റ് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സാധനത്തിന്റെ വില കൂടുന്നുണ്ട് എന്നുള്ളതല്ലേ അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലോ അല്ലെ? അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമുക്കൊരു ഇൻഫ്ലേഷണറി ടെൻഡൻസിക്ക് കാരണമാവുന്നുണ്ട് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ചോദ്യം കണ്ടു പേടിക്കരുത്. ഓക്കെ, അങ്ങനെ പേടിക്കുന്നില്ല. ഇത് തെറ്റിപ്പോകും. അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. വേറെ യാതൊരു കുഴപ്പമില്ല. ഇൻക്രീസിംഗ് ഇൻപുട്ട് കോസ്റ്റ് പ്രഷർ ഹാസ് ഗ്രാജുവലി പാസ്ഡ് ഓൺ ടു ഔട്ട്പുട്ട് പ്രൈസസ് ഇൻ ലൈൻ വിത്ത് ഇക്കണോമിക് റിക്കവറി. ഇൻപുട്ട് കോസ്റ്റിൽ ഇൻക്രീസ് ഉണ്ടാകുന്നത് കൂടാതെ ഔട്ട്പുട്ട് പ്രൈസസിലും ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇവിടെയും പറയുന്നത് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് എന്ന് തന്നെയല്ലേ? അല്ലേ? ഇനിയാണ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കേണ്ടത്. ഇത് രസം എന്ന് വെച്ചാൽ ഇത് രണ്ടും അറിയാം, പക്ഷെ ഇത് ആൻസർ അറിയില്ല. അതാണ് ഇവിടുത്തെ മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലെ? ഇതിന് ആൻസറിലേക്ക് കടക്കുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം വെച്ച് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കൂടെ? റിസൾട്ട് ഇൻഫ്ലേഷണറി ആണോ എന്നുള്ളതല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്നെ ആൻസറിലേക്ക് എത്തും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഇത് ഓരോന്ന് എങ്ങനെ എഴുതേണ്ടത് ഞാൻ പറഞ്ഞു തരില്ല. ആ സ്റ്റെപ്പ് ഞാനിടില്ല. അതായത് ഞാൻ പറഞ്ഞ ഓരോന്ന് വായിച്ചത് അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരില്ല. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പോയി വായിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായത്? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഒരു ക്വസ്റ്റ്യനോട് ഞാൻ ഉദ്ദേശിച്ചിരുന്നതാണ് നമ്മുടെ മറ്റേ
കേട്ടോ, ഞാൻ പറയുന്നില്ല. ഇവരുടെ ക്ലാസ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഗണിതത്തിൽ പോയി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിരുന്നതാണ്. പക്ഷെ സ്ലൈഡ് ഞാൻ ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യാൻ മറന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? ഇനി എനിക്ക് നമ്മുടെ സമയം കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് പോർഷൻസ് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞായിരുന്നു. ക്ലിയർ അല്ല, എന്നാലും നിങ്ങൾക്ക് കുറച്ച് പോർഷൻസ്, അതായത് നിങ്ങൾക്ക് ഓരോ ഏരിയാസിലും ഏറ്റവും കൂടുതൽ നോക്കേണ്ടതായിട്ടുള്ള കുറച്ച് പോർഷൻസ് അങ്ങനെ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്കിനി എത്ര ദിവസം ഉണ്ട് എക്സാമിന്? അവസാനത്തെ മാസം കൂട്ടണ്ട, 90 ദിവസം, 60 ദിവസം കൂട്ടും. അതൊക്കെ കഴിഞ്ഞൊക്കെ ഭയങ്കര രസമായിരിക്കും. പിന്നെ ബുദ്ധനാ ഇങ്ങനെ ഇരിക്കും പറയാം. 121 60 ദിവസം. അപ്പൊ 60 ദിവസത്തില് ഇപ്പൊ നിങ്ങളുടെ എക്കണോമിക്സിന്റെ ഒരു ലെവൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. എക്കണോമിക്സിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അറിയാലോ. അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? എക്കണോമിക്സ് എവിടെ, ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയാൻ പറ്റുന്നോ ഇല്ലയോ നോക്കിയാൽ നമുക്ക് എവിടെ നിൽക്കുന്നു കറക്റ്റായിട്ട് അറിയാം. അപ്പൊ ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അവരോട് ചോദിക്കും ഞാൻ പറയുന്നൊക്കെ. അല്ല, ബാക്കിൽ ഇരിക്കുന്നവൻ എന്നോട് ഡാൻസ് കളിച്ചു. ഓക്കെ, ഗൈസ്, കുറഞ്ഞത് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. പക്ഷെ കുറഞ്ഞത് 4 ചാപ്റ്റേഴ്സ് എങ്കിലും ബേസ് പ്രോപ്പർ ആയിട്ട് ബിൽഡ് ചെയ്യുക. ഏതൊക്കെയാണ് 4 ചാപ്റ്റേഴ്സ്? അതെനിക്ക് ഞങ്ങൾ ഇവിടെ നിന്നേനെ അല്ലെ. ശരി, മണി മാർക്കറ്റ്, എക്സ്റ്റേണൽ സെക്ടർ, ഇൻഫ്ലേഷൻ, പബ്ലിക് ഫിനാൻസ്. ഈ 4 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് നല്ല ബേസ് വേണം. 10 ദിവസം കൊണ്ട് എങ്ങനെ അക്കൗണ്ട്സ് പഠിക്കാൻ മിസ്സേ എന്ന് ചോദിച്ചു വരുന്ന ആൾക്കാരോട് ഞാൻ ഇത് തന്നെയാണ് പറയാറുള്ളത്. ഷോർട്ട് ടേമിനേക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതിന്റെ അർത്ഥം ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്യണം എന്നല്ല, കുറഞ്ഞത് ഇതെങ്കിലും അറിയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേട്ടോ, മുദ്ര ശ്രദ്ധിക്കണം. കുറഞ്ഞത് ഇതെങ്കിലും അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഓരോന്നും ഡീകോഡ് ചെയ്യണം. മണി മാർക്കറ്റിൽ എന്തൊക്കെയാണ്? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു പ്രത്യേക അവസ്ഥയെ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ടെക്നിക്കൽ ടേംസ് വെച്ചിട്ട് ഇവന്മാർ ഭയങ്കരമായിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിബഞ്ചർ, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്നൊക്കെ പറയാം. ഡിബഞ്ചർ അത് കാണുമ്പോഴാണ് ഗ്യാസ് ഇല്ല. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ സ്കിപ്പ് എന്നല്ലാതെ വേറെ ഒന്നും നമുക്കവിടെ ചെയ്യാനില്ല. വളരെ ഈസിയാണ് ക്വസ്റ്റ്യൻ. ഒരു വട്ടം വായിച്ച് ലോജിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഫ്രെയിം ചെയ്യുന്നത്. പിന്നെ ടേംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഫ്രെയിം ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതൽ ഇത്തവണ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിന്നാണ്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഓരോ ചാപ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. ആദ്യം മണി മാർക്കറ്റ്. ഇവിടെ നിങ്ങളുടെ ഈ സിലബസ് ആണ്, നിങ്ങളുടെ മറ്റേ എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. RBI, കോമ്പോസിഷൻ, ഫംഗ്ഷൻ, സബ്സിഡിയറീസ്, ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, മോണിറ്ററി പോളിസി അഗ്രിമെന്റ്, മോണിറ്ററി പോളിസി കമ്മിറ്റി. ഇത്രയും നിങ്ങൾ ഓൾറെഡി ഒരു റൗണ്ട് വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതിനകത്ത് ഞാൻ ഒന്നുകൂടി പറയും, ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മണി മാർക്കറ്റില് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിനകത്ത് ഓരോന്നും സ്റ്റാറ്റിക് ക്ലിയർ അല്ല, റിവൈസ് ചെയ്യണം. സ്റ്റാറ്റിക് തൊട്ട് പഠിച്ചു തുടങ്ങണം. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നോക്കണം, അത് വീണ്ടും നോക്കണം. പിന്നെ ഞാൻ പറയുന്നത് ഈസി ആണെന്ന് പറഞ്ഞിട്ട് ഒന്നും വിടാതിരിക്കരുത്. ഇപ്പോഴത്തെ ഫ്രെയിമിംഗ് അനുസരിച്ച് ഒരു 4 സ്റ്റേറ്റ്മെന്റോ 3 സ്റ്റേറ്റ്മെന്റോ തന്നിട്ട് ഒരു ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകളായിരിക്കും ചിലപ്പോൾ. അതായത് പരസ്പരം ഈ ഒരൊറ്റ ടോപ്പിക്കിന് കീഴിൽ തന്നെയുള്ള 4 സ്റ്റേറ്റ്മെന്റുകൾ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്കിപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും 4 സ്റ്റേറ്റ്മെന്റുകൾ ആവാം. അതിൽ പക്ഷെ നമുക്ക് ഇതിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എലിമിനേഷൻ കുറച്ചും കൂടി എളുപ്പമാവും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് വളരെ ക്ലിയർ ആയിട്ട് നോക്കണം. ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് നോക്കുക. പിന്നെ ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിയതുപോലുള്ള മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്ത് ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 4ഉം 5ഉം അങ്ങോട്ട് മാറ്റിയിട്ടപ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ പോയി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഞാൻ പറയുന്നത് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മോണിറ്ററി പോളിസി കമ്മിറ്റി, പിന്നെ അടുത്തത് RBIയുടെ കോമ്പോസിഷൻ എങ്ങനെയാണ്, RBI ഗവർണറുടെ പവേഴ്സ്. ഓക്കെ, പിന്നെ മണി മാർക്കറ്റ് ജനറലി പറയുന്നത് മണി മാർക്കറ്റിൽ FSDC, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ 2 വട്ടം ചോദിച്ചു കഴിഞ്ഞാണ് ഇനിയും സാധ്യതയുണ്ട്. പിന്നെ ഈ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് ഒരു തവണ, 2020 ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയും ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് റിവിഷൻ പ്രോപ്പർ ആയിട്ട് കൊടുക്കുക.
കോൾ മണി മാർക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. പിന്നെ ഈ ബാങ്കിങ്ങിലേക്ക് വരുമ്പോൾ NPA, ബാഡ് ബാങ്ക്, ഇന്റർക്രെഡിറ്റർ അഗ്രിമെന്റ്, നോൺ പെർഫോമിംഗ് അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കിക്കൊള്ളുക. NPAയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കിക്കൊള്ളുക. പിന്നെ ഒരു സജഷൻ പറയുന്നതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇൻട്രൊഡക്ടറി മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഗ്ലോസറി പാർട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഓരോന്ന് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എന്താ മണി സപ്ലൈ ടെക്നിക്കൽ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള NCERT കൺസെപ്റ്റുകൾ ഒരു റൗണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ഷെ ഇത് എടുത്തു വെച്ചിട്ട് ഇന്ന് NCERT വായിച്ച് തകർത്തേക്കാം എന്ന് പറഞ്ഞിട്ട് വായിക്കാൻ എടുക്കരുത്, നടക്കത്തില്ല. അറിയാമല്ലോ, അത് ഒരിക്കലും നടക്കത്തില്ല. നേരെ ചുവ മനസ്സിലാവുന്നത് വായിച്ചാൽ ഇവിടെ നടക്കുന്നില്ല, പിന്നെയാണ് NCERT വായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു വളരെ കുറച്ച് സമയം മാത്രം ഒന്ന് റെഫർ ചെയ്യാനായിട്ട് അങ്ങനെ ഒന്ന് ഓടിച്ചു വിട്ടാൽ മാത്രം ഓക്കെ. പിന്നെ NPA ടെക്നിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, NPA അല്ല ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ, ലോൺ എന്ന് പറയുന്നത് ബാങ്കിന്റെ അസറ്റ് ആണോ, ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്കിന്റെ ലയബിലിറ്റി ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് ചോദ്യം വന്നിട്ടുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. ആ ഒരു പാർട്ടൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് നോക്കണം. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, NPAയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ബാഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അഫയേഴ്സ്, അതായത് NARCL-ഉം IDRCL ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇനിയും വരാൻ പോകുന്ന സർവേയിലൊക്കെ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കേണ്ടി വരുന്നത്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ടെക്നിക്കൽ ടേമുകളും, ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഷെയർ എന്താണ്, ഡിബഞ്ചർ എന്താണ്, കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഒന്ന് വായിക്കാത്തവർക്ക് ഈ ടേംസ് അത്ര ഫെമിലിയർ ആവത്തില്ല. കുറച്ചൊന്ന് ഒരു പ്രോപ്പറായിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്ന് ഒന്ന് മെനക്കെട്ടൊന്ന് വായിക്കാൻ ഒരു കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് വലിയ കുഴപ്പമില്ലായിരിക്കും. പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാരാണ് മെജോറിറ്റി. അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് ഈ ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ അത്ര കേൾക്കുന്നില്ലല്ലോ ഈ കാര്യങ്ങൾ എന്നൊക്കെ പറയും. ഷെയറിൽ തന്നെ നമുക്കറിയാം ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും. ഇതെന്താണ്, ഷെയർ ഹോൾഡറും ഡിബഞ്ചർ ഹോൾഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, കൺവേർട്ടിബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ UPSC പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന സാധനം ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. UPSC ക്വസ്റ്റ്യൻ ആണ് ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി. എന്താ ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റി? ഗവൺമെന്റ് സെക്യൂരിറ്റി ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി എന്നാണ് ഗിൽറ്റ് എഡ്ജിന്റെ വാക്കിന്റെ അർത്ഥം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് UPSC ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് P നോട്ട്, പാർട്ടിസിപ്പേറ്ററി നോട്ട്. അറിയാലോ പാർട്ടിസിപ്പേറ്ററി നോട്ട്. ഇനി സെബിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റീസെന്റ് ആയിട്ടുള്ള റെഗുലേഷണറി ഡിസ്റ്റോഷൻസ് ഒക്കെ തന്നെ, അതായത് ഒരു ഡാർക്ക് ഫൈബർ കേസ്, പത്രം വായിക്കുന്നവരാണെങ്കിൽ അറിയാം, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാർക്ക് ഫൈബർ കേസ്. ജസ്റ്റ് ഒന്ന് നോക്കുക എന്താണിത്, റെഗുലേഷൻസിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, സെബി എന്ത് തരം ബോഡിയാണ്, സെബി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, സെബി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയുന്നത് എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് അത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു 23 താഴെ പറയുന്നതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്ക്വേർഡ് കമ്മീഷൻ, ലോൺ കമ്മീഷൻ, നാഷണൽ കൺസ്യൂമർ റിട്രസൽ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 തന്നിട്ടുണ്ടായിരുന്നു. only 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് RBI സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, സെബി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, കാര്യങ്ങളാണ്. FSDC സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? നമുക്ക് അങ്ങനെ തോറ്റുപോയില്ല കേട്ടോ. FSDC സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല കേട്ടോ. FSDC സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞ ആക്ടൂടെ പറ. റെക്കോർഡിംഗ് ഓക്കെ. സെബിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കറണ്ട് അഫയേഴ്സ്. പിന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. 2014 ക്വസ്റ്റ്യൻ ആണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റലിന്റെ കൂടെ നിങ്ങൾ ഏഞ്ചൽ ഇൻവെസ്റ്റർ നോക്കുക, ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് നോക്കുക, ഏഞ്ചൽ ടാക്സ് നോക്കുക, ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നല്ല സാധ്യതയുണ്ട്. ഒത്തിരി കറണ്ട് അഫയേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. AIF NPA തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം. പിന്നെ പബ്ലിക് ഫിനാൻസ് ആൻഡ് ടാക്സേഷനകത്ത് പബ്ലിക് ഫിനാൻസിന്റെ സ്റ്റാറ്റിക് അറിഞ്ഞാൽ തന്നെ അതിന്റെ കറണ്ട് അഫയേഴ്സ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചില്ലേ, അത് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ഇൻഫ്ലേഷൻ, പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, എക്സ്റ്റേണൽ സെക്ടർ, WTO, നാഷണൽ ഇൻകം. ഇതില് നാഷണൽ ഇൻകത്തിൽ നിന്ന് കൂടിപ്പോയ ഒരു ചോദ്യം ചോദിക്കുമായിരിക്കും. എപ്പോഴും നാഷണൽ ഇൻകം ചോദിച്ചു കാണാറില്ല, വല്ലപ്പോഴും പ്രത്യക്ഷപ്പെടാറേ ഉള്ളൂ. നാഷണൽ ഇൻകം കൂടിപ്പോയാലാണ് ചോദിക്കാം, WTO കൂടിപ്പോയാലാണ് ചോദിക്കാം. അത് കൂടുതലും സബ്സിഡീസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ.
WTO സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശങ്കർ ഗണേഷ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. WTO എഗ്രിമെന്റ്സ് എന്താണ്, പിന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ WTO MFN കോഴ്സ് കറണ്ട് അഫയർ ഉള്ള സ്റ്റാറ്റിക് ആണ്, എന്നാൽ ഡിസ്കഷൻ ഉള്ളതുകൊണ്ട് MFN കോഴ്സ് എന്താണ്, GSP എന്താണ്, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. എക്സ്റ്റേണൽ സെക്ടറിൽ ഒരു BOP ഷീറ്റിലുള്ള എല്ലാ കമ്പോണന്റുകളും നിങ്ങൾ കാണാതെ അറിയുകയും വേണം. കറണ്ട് അക്കൗണ്ടിൽ എന്തൊക്കെ വരുന്നുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ വരുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയണം. പിന്നെ എക്സ്റ്റേണൽ സെക്ടറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന FDI ഡിവാലുവേഷൻ, ഡിപ്രീസിയേഷൻ, റിവാലുവേഷൻ പോലുള്ള കൺസെപ്റ്റുകൾ, എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൺസെപ്റ്റുകൾ, പിന്നെ ഇൻഫ്ലേഷൻ ഇപ്പൊ പറഞ്ഞല്ലോ. ഇൻഫ്ലേഷനകത്ത് ഇൻഫ്ലേഷൻ, ഡിസിൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, റിഫ്ലേഷൻ പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്താണ്, കോർ ഇൻഫ്ലേഷൻ എന്താണെന്നുള്ള കാര്യം, സ്റ്റാഗ്ഫ്ലേഷൻ എന്താണെന്നുള്ള കാര്യം, ഫിലിപ്സ് കർവ് എന്താണെന്നുള്ള കാര്യം, CPI, WPI ഇത് ഓരോന്ന് ഇറക്കുന്നത് ആരാണ്, CPI തന്നെ പലതുണ്ട്, CPI ഓരോന്ന് ഇറക്കുന്നത് ആരൊക്കെയാണ്, എല്ലാം അതിൽ തന്നെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഈ കുറെ എണ്ണം തന്നിട്ട് ഇതിനകത്ത് ഓഫീസ് ഓഫ് ഇക്കണോമിക് അഡ്വൈസ് ഇറക്കുന്ന ഏതൊക്കെയാണ്, അങ്ങനെ ചോദിച്ചൂടെ, DPIIT ഇറക്കുന്ന ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ ചോദ്യം വരാം. ഇറക്കുന്ന ബോഡി ഏതാണെന്നുള്ളതിന്റെ ബേസിൽ ഒളി 1, ഒളി 2, ഒളി 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ അടുക്കി പഠിക്കണം. പിന്നെ ഇത്ര ആൾക്കാരാണെന്നുള്ള കോഡൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ബിസിനസ്. ഓക്കെ, പിന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പറഞ്ഞു, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്താണ്, ഈ PPI എന്ന് പറഞ്ഞാൽ, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചോദിക്കുന്നില്ല, അത് റെക്കമെൻഡേഷൻ ഉണ്ടെന്നേ ഉള്ളൂ, നിലവിൽ വന്നിട്ടില്ല. എന്നാലും പിന്നെ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ. പിന്നെ ഇതൊന്നും കൂടാതെ വേറെ കാര്യം, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഓറിയന്റഡ് ആയിട്ടാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട, കൃഷി വിജ്ഞാൻ കേന്ദ്രസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം കറണ്ട് അഫയേഴ്സ്. സോ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ്, ഇൻകം സപ്പോർട്ട് സ്കീമുകൾ, ഇൻവെസ്റ്റ്മെന്റ് സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എനിക്ക് എന്നെ കാണുമ്പോൾ കാണിപ്പയ്യോ കേട്ടോ, ഇങ്ങനെയുള്ള സാധ്യതയുണ്ട് അല്ലെ, അത് തോന്നുന്നു അല്ലെ, വരുമ്പോ കേട്ടോ വരണം. പക്ഷെ ഓക്കെ, കുറച്ചുകൂടെ അക്യുറസി എനിക്കുണ്ട് കേട്ടോ അദ്ദേഹത്തെ കാണും. ഓക്കെ, അപ്പൊ ഒന്ന് പറയണ്ട. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചിരിക്കാനുണ്ടോ? അത് ചോദിക്കാനുണ്ടോ? റെക്കോർഡിംഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ ആണോ? നിങ്ങളുടെ റിവിഷൻ പ്രോപ്പർ അല്ല, ഞാൻ വീണ്ടും പറയുകയാണ്, നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ റിവിഷൻ പ്രോപ്പർ അല്ല, റിപ്പീറ്റേഴ്സിനോടാണ്. PCM-കാരുടെ അവരെ പറ്റി അതൊന്നും സംസാരിക്കുന്നില്ല, നമുക്ക് അടുത്ത ക്ലാസ് സംസാരിക്കാം. റിപ്പീറ്റേഴ്സിനോട് ഞാൻ പറയാണെന്ന് വെച്ചാൽ PCM-കാർക്ക് പിന്നെയും അവരൊരു ലൈവ് ക്ലാസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു താളത്തിന് പിന്നെ കുറച്ചുകൂടെ അപ്ഡേഷൻസ് നമുക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം. നിങ്ങളെ ഫ്രീക്വന്റ്ലി ഞാൻ കാണുന്നില്ല റിപ്പീറ്റേഴ്സിന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ കുറച്ച് അധിക സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പല ആൾക്കാർക്കും റിവിഷൻ ഞാൻ പറയുന്ന വെച്ചാൽ എനിക്ക് ഒരു കൺസേൺ ഉള്ളത്, ക്ലിയർ ചെയ്യാൻ സാധ്യതയുള്ള പല ആൾക്കാർക്കും അവരുടെ സ്റ്റാർട്ടിങ്ങിനകത്ത് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളത് എനിക്ക് കുറച്ച് പേടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, റിവിഷൻ പ്രോപ്പർ ആക്കുക കേട്ടോ. റിവിഷൻ പ്രോപ്പർ ആക്കുക, അല്ലാതെ ഒരു രക്ഷയില്ല. ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആണെന്ന് വിചാരിച്ചു ഇത്തവണ. UPSC സൈക്കോത്തരം എല്ലാം മാറ്റി വെച്ചു. ഇതിലൊരു 116 കട്ട് ഓഫ് വന്ന് എന്ത് ചെയ്യും? ഓർത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സുഹേലിന്റെ മുഖത്തോട് നോക്കുന്നുണ്ടോ, കണ്ണീരോടൊക്കെയാണ്. അങ്ങനെയൊക്കെ ഒന്ന് വന്നാലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് ചെയ്യാൻ പറ്റും? ഒരു 2016 ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ വരുക, 110 വരെ കട്ട് ഓഫ് എന്തോ ചെയ്യും? ചെയ്യാനല്ലോ. UPSC ടഫ് ആക്കുന്നതുകൊണ്ട് ടഫ് പോർഷൻസ് മാത്രം പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നവര് മാനത്തിൽ നമുക്ക് ഇരിക്കേണ്ടി വരുന്നില്ലേ? വരില്ലേ? അപ്പൊ അതിനൊക്കെ അറിയാൻ വരുമെന്ന്. എന്നിട്ട് ബേസില്ല, ബേസിക് കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കിപ്പോ കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഓക്കെ ഗൈസ്.